MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ അക്യുറസി ഇൻ എ മെഷർമെന്റ്, പ്രിസിഷൻ ആൻഡ് എറർ ഇൻ എ മെഷർമെന്റ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് എറർ ഇൻ എ മെഷർമെന്റ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂവിനും ട്രൂ വാല്യൂവിനും ഇടയിലുള്ള ഡിഫറൻസിനെയാണ് എറർ എന്ന് പറയുന്നത്. ഈ എറേഴ്സിനെ നമ്മൾക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ ടു ടൈപ്സ് ഓഫ് എറേഴ്സ്. ദേ ആർ സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. ദർ ആർ ടു ടൈപ്സ് ഓഫ് എറേഴ്സ്, സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻസ്ട്രുമെന്റൽ എറർ, പ്രൊസീജിയർ എറർ ആൻഡ് പേഴ്സണൽ എറർ. ആദ്യം നമ്മൾക്ക് എന്താണ് സിസ്റ്റമാറ്റിക് എറർ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സിസ്റ്റമാറ്റിക് എററിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഉദാഹരണത്തിന്, ഒരു വെയിങ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യുകയാണ്. ആ വെയിങ് സ്കെയിലിന്റെ നീഡിൽ 0-യിൽ കോയിൻസൈഡ് ചെയ്യുന്നതിന് പകരം 0.5 കിലോഗ്രാമിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത് കരുതുക. ഒരു വെയിങ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നു. പക്ഷെ ആ വെയിങ് സ്കെയിലിന്റെ നീഡിൽ ഇനീഷ്യലി 0-യിൽ കോയിൻസൈഡ് ചെയ്യുന്നതിന് പകരം, 0-യിൽ വന്ന് നിൽക്കുന്നതിന് പകരം 0.5 എന്ന റീഡിങ്ങിലാണ് നിൽക്കുന്നത് എന്ന് കരുതുക. ഞാൻ ആ മെഷീനിന്റെ മുകളിൽ കയറി നിന്നു. ഞാൻ എൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ വെയിറ്റ് ഇവിടെ കാണിക്കുന്നു. എത്രയാണ്? 75 കിലോഗ്രാം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നീഡിൽ പോയി നിൽക്കുന്നത് എവിടെയാണ്? 75 കിലോഗ്രാം എന്ന റീഡിങ്ങിലാണ് നീഡിൽ പോയി നിന്നത്. ഓക്കെ, പക്ഷെ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എൻ്റെ ആക്ച്വൽ വെയിറ്റ്? ഇവിടെ മെഷേർഡ് വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 75 കിലോഗ്രാം എന്നാണ് കിട്ടിയത്. പക്ഷെ എൻ്റെ ആക്ച്വൽ വെയിറ്റ് എത്രയായിരിക്കും? 74.5 കിലോഗ്രാം ആയിരിക്കും. 74.5 കിലോഗ്രാം. അപ്പൊ 75 ആണ് മെഷേർഡ് വാല്യൂ, 74.5 ആണ് ട്രൂ വാല്യൂ. അപ്പൊ അവിടെ എറർ സംഭവിച്ചു. 75 മൈനസ് 74.5, അതായത് 0.5 കിലോഗ്രാമിന്റെ ഒരു എറർ സംഭവിച്ചു. അപ്പൊ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ആണ്, അല്ലെ? മെഷേർഡ് വാല്യൂ 75 മൈനസ് ട്രൂ വാല്യൂ 74.5. അപ്പൊ 75 മൈനസ് 74.5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ പ്ലസ് 0.5 എന്നാണ്. ഇതാണ് അവിടെ എറർ ഇൻ ദാറ്റ് മെഷർമെന്റ്. ഇനി വേറൊരാള് ഈ വെയിങ് സ്കെയിലിൽ ചെന്ന് നിന്നു. അയാൾ വെയിങ് സ്കെയിലിൽ നിന്ന സമയത്ത് അവിടെ കാണിക്കുന്ന റീഡിങ് 63.5 കിലോഗ്രാം എന്നാണ്. അപ്പൊ അയാളുടെ ആക്ച്വൽ വെയിറ്റ് എത്രയായിരിക്കും? 63 കിലോഗ്രാം ആയിരിക്കും. എന്തുകൊണ്ടാണ് 75 കിലോഗ്രാം മെഷേർഡ് വാല്യൂ ആയപ്പോൾ ആക്ച്വൽ വാല്യൂ 74.5 ആയത്? ഞാൻ പറഞ്ഞു, മെഷീന്റെ നീഡില് ഇനീഷ്യലി 0-യിൽ നിൽക്കുന്നതിന് പകരം 0.5-ലായിരുന്നു. അപ്പോ മെഷേർഡ് വാല്യൂ 75 ആണെങ്കിൽ ട്രൂ വാല്യൂ 0.5 കുറഞ്ഞിട്ട് 74.5 ആയിരിക്കും. അതായത് നീഡില് ഇനീഷ്യലി 0-ലായിരുന്നെങ്കിൽ അവിടെ മെഷേർഡ് വാല്യൂ 74.5 ആയിരിക്കും. നീഡില് 0.5-ൽ നിന്നത് കൊണ്ടാണ് മെഷേർഡ് വാല്യൂ എത്രയായത്? 75 ആയത്. അപ്പൊ വേറൊരാൾ 63.5 കിലോഗ്രാം ആണ് വേറൊരാൾക്ക് റീഡിങ് കാണിക്കുന്നതെങ്കിൽ അയാളുടെ ആക്ച്വൽ വാല്യൂ എത്രയായിരിക്കും? 63 കിലോഗ്രാം ആയിരിക്കും. ഈ മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ പ്ലസ് 0.5 കിലോഗ്രാം എന്ന് തന്നെയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും എറർ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് 0.5 കിലോഗ്രാം എന്നായിരിക്കും. വേറൊരാൾ ചെന്ന് നിന്നപ്പോൾ അയാൾക്ക് കിട്ടുന്ന വാല്യൂ 63-യും അയാളുടെ ആക്ച്വൽ വാല്യൂ 63.5-ഉം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എപ്പോഴും ഇവിടെ എറർ എന്തായിരിക്കും? പ്ലസ് 0.5 ആയിരിക്കും. ഇങ്ങനെയുള്ള എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ദേ ആർ ഓൾവേസ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് എങ്കിൽ എപ്പോഴും അത് പോസിറ്റീവ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇടയിൽ പോസിറ്റീവ്, ഒരിക്കൽ റീഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് എറർ, തൊട്ടടുത്ത പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എറർ, വീണ്ടും റീഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് എറർ. ഇങ്ങനെ എററിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും മാറി മാറി വരില്ല. ദേ ആർ ഓൾവേസ് ഇൻ വൺ ഡയറക്ഷൻ. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും.
ഇങ്ങനെ സംഭവിക്കുന്ന എറേഴ്സ് തന്നെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ദോസ് എറേഴ്സ് ദാറ്റ് ആർ ഓൾവേസ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ. ഐദർ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ കേസിലും ഏത് സമയത്ത് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവ് എറർ കിട്ടുക, ഓർ നെഗറ്റീവ്. ഈ സിസ്റ്റമാറ്റിക് എററിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഇൻസ്ട്രുമെന്റൽ എററാണ്. എന്താണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. ഇൻസ്ട്രുമെന്റിന്റെ ഡിഫക്റ്റ് മൂലം, ഇൻസ്ട്രുമെന്റിന്റെ പോരായ്മ മൂലം സംഭവിക്കുന്ന ഒരു മെഷർമെന്റിൽ സംഭവിക്കുന്ന എററിനെയാണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ഈ വെയിങ് മെഷീന്റെ കേസിൽ എറർ സംഭവിച്ചു. അങ്ങനെ എറർ സംഭവിക്കാൻ കാരണം ആ വെയിങ് മെഷീൻ എന്ന ഇൻസ്ട്രുമെന്റിന്റെ മിസ്റ്റേക്ക് മൂലമാണ്. അവിടെ ആ വെയിങ് മെഷീനിൽ സീറോ കോയിൻസിഡൻസ്, അതായത് നീഡിൽ സീറോയിലല്ല കോയിൻസൈഡ് ചെയ്യുന്നത്, സീറോയിൽ കോയിൻസൈഡ് ചെയ്തതിന് പകരം 0.5 കോയിൻസൈഡ് ചെയ്തത് കൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് കിട്ടിയത്? എറർ കിട്ടിയത്. അത് ആ ഇൻസ്ട്രുമെന്റിന്റെ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ടാണ് അവിടെ എറർ സംഭവിച്ചത്. അങ്ങനെ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡിഫക്റ്റ് മൂലം സംഭവിക്കുന്ന എററിനെയാണ് ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രൊസീജിയർ എറർ ആണ്. പ്രൊസീജിയർ എററിന് വേറൊരു പേര് പറയുന്നത് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്സ്. എറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്സ്. അതായത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ രീതി ഉണ്ടാവും. ആ പ്രൊസീജിയറിലല്ല നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ തെറ്റായിരിക്കും. അങ്ങനെ സംഭവിക്കുന്ന എററിനെയാണ് പ്രൊസീജിയർ എറർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ വായിൽ വെക്കുന്നതിന് പകരം ആംപിറ്റ്സിൽ വെക്കുന്നു. ആംപിറ്റ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ ആക്ച്വൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞിട്ട് മാത്രമേ കിട്ടൂ. അപ്പൊ അവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസീജിയറിലുള്ള തെറ്റുകൊണ്ടാണ് നമ്മൾക്ക് എറർ വാല്യൂ കിട്ടിയത്. അങ്ങനെയുള്ള എററിനെയാണ് പ്രൊസീജിയർ എറർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് പേഴ്സണൽ എററാണ്. എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുടെ മിസ്റ്റേക്സ് കൊണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുടെ കെയർലെസ് കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന എററിനെയാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ, ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് മൂലം സംഭവിക്കുന്ന എററാണ് ഇൻസ്ട്രുമെന്റൽ എറർ. പ്രൊസീജിയർ എറർ, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക്സ് മൂലം സംഭവിക്കുന്ന എററിനെയാണ് പ്രൊസീജിയർ എറർ എന്ന് പറയുന്നത്. വ്യക്തികളിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുടെ മിസ്റ്റേക്സ് മൂലം, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുടെ ശ്രദ്ധക്കുറവ് മൂലം സംഭവിക്കുന്ന എററിനെയാണ് പേഴ്സണൽ എറർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിസ്റ്റമാറ്റിക് എററിന് ശേഷം പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് റാൻഡം എറർ. നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഓൾവേസ് ടെൻഡ് ടു ബി ഇൻ വൺ ഡയറക്ഷൻ, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും ഇറഗുലർ ആയിട്ട് എറർ മാറി വരില്ല. ആരുടെ കേസിൽ? സിസ്റ്റമാറ്റിക് എററിന്റെ കേസിൽ. പിന്നെ അത് കൂടാണ്ട് സിസ്റ്റമാറ്റിക് എററിനെ സംബന്ധിച്ചിടത്തോളം എറർ ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇൻസ്ട്രുമെന്റൽ എറർ, ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ടാണ് ഇൻസ്ട്രുമെന്റൽ എറർ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ ആ ഇൻസ്ട്രുമെന്റ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ എററിനെ ഓവർകം ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ എറർ, നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മിസ്റ്റേക്സ് കൊണ്ടാണ് പ്രൊസീജിയർ എറർ സംഭവിക്കുന്നത്. ശരിയായ രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ എറർ, വ്യക്തികൾക്ക് ഉണ്ടാവുന്ന, എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടാവുന്ന ശ്രദ്ധക്കുറവ് മൂലം ആണ് പേഴ്സണൽ എറർ സംഭവിക്കുന്നത്. അതും നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിസ്റ്റമാറ്റിക് എററിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്നാൽ റാൻഡം എററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാരണം വ്യക്തമല്ല. അൺനോൺ കോസസ് ആണ് റാൻഡം എററിനെ സംബന്ധിച്ചിടത്തോളം. റാൻഡം എററിന് എന്തുകൊണ്ട് എറർ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ചില സമയത്ത് നമ്മൾക്ക് വാല്യൂ കൂടിയിട്ട് കിട്ടും, ചില സമയത്ത് വാല്യൂ കുറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അതായത് റെഗുലർ ആയിരിക്കില്ല. ചില സമയം നമുക്ക് മെഷർ ചെയ്യുന്ന വാല്യൂ ട്രൂ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ മെഷർ ചെയ്യുന്ന വാല്യൂ ട്രൂ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. ഈ രീതിയിൽ വാല്യൂസിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ആരുടെ കേസിൽ? റാൻഡം എററിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പ് എറേഴ്സ്, സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും. ഇനി റാൻഡം എറർ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? റാൻഡം എറർ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്.
എക്സ്പെരിമെന്റ് 5 or 6 തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 6 റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ 6 റീഡിങ്ങിന്റെ മീൻ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ട് ആ മീൻ വാല്യൂ ആണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആരുടെ കേസിൽ? റാൻഡം എററിന്റെ കേസിൽ. അപ്പൊ എന്താണ് എറർ എന്ന് പറഞ്ഞാൽ? എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ദർ ആർ 2 types of errors, systematic error and random error. എന്താണ് സിസ്റ്റമാറ്റിക് എറർ? They are always tended to be in one direction. Systematic errors are those errors that tend to be in one direction, either positive or negative. Systematic errors മൂന്നായിട്ട് തിരിക്കാം: ഇൻസ്ട്രുമെന്റൽ എറർ, പ്രൊസീജിയർ എറർ ആൻഡ് പേഴ്സണൽ എറർ. എന്താണ് റാൻഡം എറർ? റാൻഡം എറേഴ്സ് ആർ ഡ്യൂ ടു അൺനോൺ കോസസ്. കാരണം വ്യക്തമല്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റീഡിങ് ആക്ച്വൽ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ അത് കുറവായിരിക്കും. അതിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പെരിമെന്റ് നമ്മൾ പലതവണ 5 or 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അതിന്റെ മീൻ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്.